ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നല്ല മടിയുള്ള ദിവസങ്ങളിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യത്തെ പലഹാരം നമ്മൾ ചെറുപയറും അവിലൊക്കെ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് അളവ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതാദ്യം നമുക്ക് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2.25 കപ്പ് അളവ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. മുളക് പൊടിക്കൊക്കെ പകരം ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിന് പാകത്തിന് പച്ചമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറുപയറിൻ്റെ ടേസ്റ്റ് നല്ലപോലെ കിട്ടും. അപ്പോൾ ഞാനിതിപ്പം അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്കാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ചെറുപയറൊക്കെ നല്ലപോലെ വെന്ത് വന്നോളും. ഇപ്പോൾ അതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കറിൻ്റെ ആവിയൊക്കെ നല്ലപോലെ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ചെറുപയറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് ചെറുപയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് ഞെരടി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ചതിന് ശേഷം ചെറുപയറിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കൈ ഉപയോഗിച്ച് ഞെരടിയാലൊന്നും ചെറുപയർ കറി മോശമൊന്നും ആവുമൊന്നുമില്ല. ഇപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ കറി ഗ്രേവി ആവശ്യമായിട്ടുള്ളത് ആ ഒരു രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒഴിച്ചാൽ മതി. എത്രയാണോ ഗ്രേവി തിക്നെസ് വേണ്ടത് അതിനനുസരിച്ച്. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിത് തിളക്കാൻ വേണ്ടി വെക്കണം. ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ആ ഒരു വെള്ളമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് പാകത്തിനുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തോളൂ. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെയും പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് എണ്ണ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചമുളകിൻ്റെ കുത്തൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ നല്ലവണ്ണം യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന കറിയാണ്. ഈ ഒരു കറിയിലേക്ക് അവലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അവൽ ഒന്ന് വറുത്തിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ രുചി ഒന്നും കൂടെ കൂടും. ഇതാണ് നമ്മളുടെ വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഇതിലും സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന വേറൊരു പലഹാരം ഉണ്ടാകില്ല. ശരിക്കും ഒരു ഉപ്മാവ് കഴിക്കുന്നതിനേക്കാളും രുചിയാണ് ഈ ഒരു പലഹാരത്തിന്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത നമ്മളുടെ പലഹാരം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സ്റ്റഫിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. ഇതിൻ്റെ സ്റ്റഫിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല വഴറ്റോ പച്ചക്കറിയുടെ ആവശ്യമോ ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു തേങ്ങ വെച്ചിട്ടുള്ള സ്റ്റഫിംഗ് ആണ് ഉണ്ടാകുക. അപ്പോൾ സാധാരണ ചപ്പാത്തിയിലേക്ക് ഈ ഒരു തേങ്ങ ഫില്ലിങ്ങും കൂടെ വരുമ്പോൾ നമുക്ക് കറിയുടെ ഒന്നും ഒരാവശ്യം ഉണ്ടാകില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു സ്റ്റഫ്ഡ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നീഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇതുപോലെ ഡോ നീഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കൈ എടുക്കാതെ നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ നീഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതൊരു 15 മുതൽ 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഒന്ന് കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ കൂട്ട് 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി പരത്തിയെടുക്കാനാണ് പോകുന്നത്. കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. ഇതിപ്പം ഞാനിപ്പോൾ നല്ല തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ പറ്റാവുന്നത്ര നല്ലോണം തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലെ കഴിയുന്നത് പോലെ പരത്തിയെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാൻ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് തേങ്ങയും ആ ഒരു പഞ്ചസാരയുടെയും മിക്സ് ഒന്ന് നിരത്തി വയ്ക്കാം. ഒരു ഭാഗത്തേക്ക് മാത്രം നിരത്തി വെച്ചാൽ മതി. ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മറുഭാഗം എടുത്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നല്ലപോലെ സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാനിപ്പം ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സൈഡൊക്കെ നല്ലപോലെ സീൽ ചെയ്തെടുക്കണം. വെള്ളമൊന്നും പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ ഉപയോഗിച്ച് നല്ലപോലെ അമർത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫോക്ക് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നല്ല ഡിസൈൻ കിട്ടാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് രണ്ട് ഭാഗവും ഞാൻ നല്ലപോലെ തന്നെ സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒട്ടിയെന്നൊന്ന് ഉറപ്പ് വരുത്തിക്കോളൂ. കാരണം ആ ഒരു തേങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തവ ഇവിടെ വെച്ചിട്ടുണ്ട്. തവ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് കുക്കായി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സാധാരണ വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ എന്തായാലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോഴാണ് നമ്മളുടെ ആ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാർഡായിട്ടിരിക്കണ പോലെ തോന്നും. ഇതുപോലെ ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായി എന്ന് ഉറപ്പ് വരുത്തണം. ആ ഒരു സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് അമർത്തിയിട്ട് തന്നെ കുക്ക് ചെയ്യേണ്ടി വരും. അവിടെ കുറച്ചും കൂടെ തിക്കാണല്ലോ. അതുപോലെ ആ ഒരു നടുഭാഗവും ഒന്ന് നന്നായിട്ട് ഇതുപോലെ വച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ, നമ്മളുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നമ്മളുടെ സ്റ്റഫ്ഡ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ മസാലയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന 2 പലഹാരങ്ങളാണ് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ മടിയുള്ള ദിവസങ്ങളിൽ ഉപ്മാവൊക്കെ ഉണ്ടാക്കും. ഇതിനൊക്കെ പകരമായിട്ട് ഇതുപോലെ ചെറുപയറും അവിലും അല്ലെങ്കിൽ ചപ്പാത്തിയും ഇതുപോലെ തേങ്ങ നിറച്ചതൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.